ഹായ് സ്റ്റുഡൻസ്, സ്റ്റാൻഡേർഡ് 10th ചാപ്റ്റർ 7 ലേണിംഗ് സയൻസ് ത്രൂ കമ്പ്യൂട്ടേഴ്സ് എന്ന ചാപ്റ്ററിലെ പ്രാക്ടിക്കൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. സിമുലേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇവിടെ പരിചയപ്പെടുന്നത് സ്റ്റെലേറിയം ആണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. സ്റ്റെലേറിയം ഈസ് എ ഫ്രീ ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ ദാറ്റ് സിമുലേറ്റ്സ് വേരിയസ് വ്യൂസ് ഓഫ് ദ സ്കൈ. അപ്പോൾ ഇതിലൂടെ നമ്മൾ മുമ്പ് സീസൺസ് ഒക്കെ മുൻ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ടാവും. ദിസ് ഈസ് എ വെരി ഹെൽപ്ഫുൾ സോഫ്റ്റ്വെയർ ഫോർ സ്റ്റാർ ഗേസിംഗ് ആൻഡ് സ്കൈ വാച്ചിങ്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്തിട്ട് സോളാർ എക്ലിപ്സ് അതേപോലെ തന്നെ സ്റ്റാർസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മിഡ് നൈറ്റ് സണ്ണിനെ ഒബ്സർവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് ദ സിമുലേഷൻ ഓഫ് ദ സൺ റൈസിങ് ഇൻ ദ മിഡ് നൈറ്റ് സ്കൈ ഇൻ ദ റീജിയൻസ് ബിയോണ്ട് ദ ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് സർക്കിൾസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മളതൊന്ന് കാണുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഏതാണ് നമുക്ക് കാണേണ്ടത് ആ സെലസ്റ്റിയൽ ബോഡിയും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണിത് സെറ്റ് ചെയ്യാൻ നോക്കാം. ലൊക്കേഷൻ വിൻഡോ കൊടുക്കുന്ന സിറ്റി എന്ന് പറയുന്നത് ട്രോംസോ ആണ്. നോർവേ കൺട്രിയിലുള്ള ട്രോംസോ എന്ന് പറഞ്ഞ സിറ്റിയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്നു. അവിടെ സ്റ്റെലേറിയം എന്ന് ടൈപ്പ് ചെയ്യുന്നു. സ്റ്റെലേറിയം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ ഒരു ചെറിയ ടൂൾ ബാർ കാണാം. ഈ ടൂൾ ബാർ ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് നമുക്കിവിടെ സൈഡിലായിട്ടൊരു ആരോ ഉണ്ട്. ഈ താഴെയായിട്ടൊരു ആരോ കാണാം. ആ ആരോയിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ടൂൾ ബാർ അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലും ഒരു ടൂൾ ബാർ ഉണ്ട്. ഇതിനെ നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ടൊരു സൈഡിലായിട്ടൊരു ആരോ കാണാം. ആ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതും ഇവിടെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ആദ്യം തന്നെ കാണുന്നുണ്ട് ഇവിടെ എർത്ത് ഒരു ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷനാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രോംസോ നോർവേ കൺട്രി ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ആദ്യമുള്ള ലൊക്കേഷൻ വിൻഡോ എടുക്കാം. ഇവിടുത്തെ ആദ്യത്തെ ഈ ഒരു ടൂള് ലൊക്കേഷൻ വിൻഡോ എന്നുള്ള ടൂൾ, അല്ലെങ്കിൽ നമ്മൾ കീബോർഡിൽ F6 പ്രസ് ചെയ്താലും മതി. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഈ മാപ്പിൽ നമുക്ക് ലൊക്കേഷൻ അറിയെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ്റെ കൃത്യമായിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡൊക്കെ നമുക്കറിയെങ്കിൽ നമുക്കിവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സെർച്ച് എന്നുള്ള ഈ ഒരു ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഒരു കേഴ്സർ ഉള്ളത്. അവിടെ ടൈപ്പ് ചെയ്യാണ് ട്രോംസോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ട്രോംസോ എന്ന് ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ അത് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ട്രോംസോ എന്ന് പറയുന്നതാണ് ഇപ്പം ലൊക്കേഷൻ സെറ്റ് ആയിരിക്കുന്നത്. ഇവിടെ കാണാം എർത്ത് ട്രോംസോ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രോംസോ നോർവേ കൺട്രിയിലുള്ള ട്രോംസോ സിറ്റിയുടെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമ്മളിതൊന്ന് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇതിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം. നമ്മളോട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 21 ജൂൺ 6 o'clock ഈവനിങ് ആണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ ഇവിടെയുള്ള ഈ ഒരു ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള ടൂൾ ബാർ എടുക്കുക. ഇതിൻ്റെ തൊട്ട് താഴെ കാണാം ഡേറ്റ് ആൻഡ് ടൈം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇയർ നമുക്ക് 2024 ആണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്താൽ 2024 ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് മന്ത് ആണ്. അപ്പം ജൂൺ ആണ് വേണ്ടത്. അപ്പോൾ 6 എന്ന് കൊടുത്തു. ഇനി ഇവിടെ കൊടുക്കേണ്ടത് 21 എന്നാണ്. അപ്പോൾ ഇവിടെ 21 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആരോ കീ പ്രസ് ചെയ്തിട്ടും അത് സെറ്റ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ടൈമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ടൈം ഈവനിങ് 6 o'clock ആണ്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് 18 എന്നാണ്. 18 എന്ന് കൊടുത്തു. ഇനി ഇവിടെ 0 എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മളിത് സെറ്റ് ചെയ്തു. ഇനി ഇത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ട്രോംസോ എന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഡേറ്റ് അതേപോലെ തന്നെ ടൈമും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കാണേണ്ടത് സണ്ണിനെയാണ്. അപ്പോൾ ആ സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സെർച്ച് വിൻഡോ എന്ന് കാണാം. അപ്പോൾ അത് നമുക്കല്ലെങ്കിൽ കീബോർഡിൽ F3 പ്രസ് ചെയ്താലും മതി. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ സണ്ണെന്ന് കൊടുക്കുന്നു. എൻ്റർ പ്രസ് ചെയ്യാം. ഇപ്പോൾ സണ്ണുള്ള ഭാഗം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയാൽ ഇവിടെ ഓരോ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ സൗത്ത് വെസ്റ്റ്, ഇവിടെ വെസ്റ്റ്. ഇനി നമ്മളിതൊന്ന് മൗസിൻ്റെ സ്ക്രോൾ ബാർ യൂസ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ നോർത്ത് വെസ്റ്റ് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോർത്ത് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ കീ യൂസ് ചെയ്തിട്ട് ഇത് സൂം ഇന്നും സൂം ഔട്ടും ആക്കാൻ പറ്റുന്നുണ്ട്.
ഇനി നമുക്കിത് പതുക്കെ ഒരു ആനിമേഷൻ കൊടുക്കുകയാണ്. ആനിമേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സണ്ണിൻ്റെ സിമുലേഷൻ കാണാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ആനിമേഷൻ കൊടുക്കാനായിട്ട് ഇവിടെ താഴെയായിട്ട് ഇവിടെ ഈ ഒരു ആരോ കാണാം. അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻക്രീസ് ടൈം സ്പീഡ് എന്നാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ചെറുതായിട്ട് അത് മൂവ് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുന്നു. അപ്പം മൂവ്മെൻറ്റ് കുറച്ച് ചെറുതായിട്ട് കാണാം. അപ്പോൾ ഒന്നും കൂടി മൂവ് ചെയ്യുമ്പോൾ ആ സൺ മൂവ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ടൈം അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. 21 ആയി. ഇപ്പോൾ 22-ലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം സൺ ഇവിടെ തന്നെ നമുക്ക് കുറച്ചായിട്ട് അതിനെ കാണാൻ പറ്റുന്നുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ നമുക്ക് നോക്കാം. ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഈ ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു സിമുലേഷൻ കാണാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈ ഒരു വൈറ്റ് നൈറ്റ് എന്നുള്ള ഈ ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിലൊരു ബോക്സ് തന്നിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ഡേറ്റിൽ ജൂൺ 21 ടൈം 4 ആണെങ്കിൽ ആ പൊസിഷൻ സണ്ണിൻ്റെ പൊസിഷൻ ഏതാണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ടൈം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 എന്നാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ. ഡേറ്റ് ആൻഡ് ടൈമിൽ 21 ആണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ 22 ആണ് ഉള്ളത്. ഇവിടുന്ന് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം 21 എന്ന് കൊടുക്കാം. ഇനി ഇവിടെ കൊടുത്തത് 4 ആണ്. 00 എന്ന് കൊടുക്കുന്നു. എൻ്റർ പ്രസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ സണ്ണിൻ്റെ ലൊക്കേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സണ്ണിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നോർത്ത് ഈസ്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ബോക്സ് ഇവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ അത് ഓരോന്നും 7 അടിച്ചിട്ട് 7ൻ്റെ പൊസിഷൻ ഓഫ് സൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. കൺട്രി മലേഷ്യ ആണ്. അവിടെയുള്ള ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് സൺ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. എങ്ങനെയാണ് മൂണിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ സ്കൈ വ്യൂയിങ് ഓപ്ഷൻസ് വിൻഡോ എന്നുള്ളത് F4 പ്രസ് ചെയ്യുന്നു. ഇവിടെ ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് എടുക്കുക. അതിൽ നമ്മളിവിടെ മൂൺ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പം മൂണിൽ നിന്ന് വ്യൂ ചെയ്യുന്ന രീതിയിലാണ് വരിക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതേപോലെ തന്നെ വേണമെങ്കിൽ ഈ ഒരു ആനിമേഷൻ കൊടുത്തിട്ട് കാണാവുന്നതാണ്. ഇതേപോലെ മൂണിൽ നിന്ന് വ്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് എക്സിറ്റ് അടിക്കാൻ നോക്കാം. അപ്പം അതിനായിട്ട് ഇവിടെ താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് ഇവിടെ ക്വിറ്റ് എന്നുള്ള ബട്ടൺ കാണാം. ആ ക്വിറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ക്ലോസ് ചെയ്ത് പുറത്തേക്ക് എത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.